ഓംധാരയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിന്റെ പരിസരത്ത് പെട്ടെന്നൊരു ദിവസം ഒരു കാക്ക കൂടുകൂട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും ഭയത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പഴമക്കാർ പറയാറുണ്ട്, കാക്ക വീടിന് മുകളിൽ കൂടുവെച്ചാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇത് എത്രത്തോളം സത്യമാണ്? ശകുനശാസ്ത്രമനുസരിച്ചും ഭാരതീയ വിശ്വാസങ്ങൾ പ്രകാരവും കാക്ക വെറുമൊരു പക്ഷിയല്ല, അത് നമ്മുടെ പിതൃക്കളുടെ പ്രതിരൂപമാണ്. നിങ്ങളുടെ വീടിനോട് ചേർന്ന് കാക്ക കൂടുവെക്കുന്നത് വെറുമൊരു യാദൃച്ഛികതയല്ല, അത് പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന ചില വലിയ സൂചനകളാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും സാമ്പത്തിക നിലയെക്കുറിച്ചും എന്തിന് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പോലും ഈ ചെറിയ കൂട് സംസാരിക്കും. പലപ്പോഴും നമ്മൾ നിസ്സാരമെന്നു കരുതി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും വലിയ ആത്മീയ സത്യങ്ങളിലേക്കുള്ള വാതിലുകളാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാക്ക കൂടുവെക്കുന്നതിന്റെ ആത്മീയ വശങ്ങൾ, അത് നൽകുന്ന പോസിറ്റീവ്, നെഗറ്റീവ് സൂചനകൾ, ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ, കൂടാതെ ശാസ്ത്രീയമായ വശങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. നമ്മുടെ സനാതനധർമ്മത്തിൽ കാക്കയ്ക്ക് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ്. കാക്കയെ നാം ബലിഭുക്ക് എന്ന് വിളിക്കുന്നു, അതായത് ബലി അന്നം സ്വീകരിക്കുന്നവൻ. നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾ കാക്കയുടെ രൂപത്തിൽ ഭൂമിയിലെത്തി നമ്മെ സന്ദർശിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു കാക്ക കൂടുവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് കാവലായി അടുത്തുതന്നെ ഉണ്ടെന്നും അവരുടെ അനുഗ്രഹം ആ വീടിന്മേൽ ഉണ്ടെന്നുമാണ് അർത്ഥം. മാത്രമല്ല, ജ്യോതിഷത്തിൽ ശനിദേവന്റെ വാഹനമാണ് കാക്ക. ശനിദോഷം അനുഭവിക്കുന്നവരോ ഏഴശനി, കണ്ടകശനി കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്നവരോ ആണെങ്കിൽ വീടിനടുത്ത് കാക്ക കൂടുവെക്കുന്നത് ശനിദേവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നതിന്റെ സൂചനയാണ്. ഇത് പേടിക്കാനുള്ള കാര്യമല്ല, മറിച്ച് ശനിദേവനെ പ്രീണിപ്പിക്കാനും അതുവഴി കർമ്മദോഷങ്ങൾ തീർക്കാനുമുള്ള ഒരു അവസരമായാണ് കാണേണ്ടത്. കാക്കകൾക്ക് ഭൂതകാലവും ഭാവികാലവും ദർശിക്കാനുള്ള അപാരമായ കഴിവുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ അവ ശ്രമിക്കുന്നത്. ഒരു വീടിന് ചുറ്റും കാക്കകൾ സമാധാനമായി വസിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പിതൃക്കളുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടെന്ന് ഉറപ്പിക്കാം. കാക്ക കൂടുവെക്കുന്നത് വീടിന്റെ ഏത് വശത്താണ് എന്നത് ശകുനശാസ്ത്രത്തിൽ വളരെ പ്രധാനമാണ്. ഓരോ ദിക്കിനും ഓരോ അധിപന്മാരുണ്ട്, അതനുസരിച്ച് ഫലങ്ങളും മാറും. വീടിന്റെ കിഴക്ക് ഭാഗത്തുള്ള മരത്തിലാണ് കാക്ക കൂടുവെക്കുന്നതെങ്കിൽ അത് അത്യന്തം ശുഭകരമാണ്. ഇത് പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയെയും സമൂഹത്തിൽ നിങ്ങൾക്കുള്ള പദവി ഉയരുന്നതിനെയും സൂചിപ്പിക്കുന്നു. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ലഭിക്കാനും ഇത് കാരണമാകും. അടുത്തതായി തെക്ക് ഭാഗം. തെക്ക് യമധർമ്മന്റെ ദിക്കാണ്. ഇവിടെ കൂടുവെക്കുന്നത് പലപ്പോഴും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന സൂചനയാണ് നൽകുന്നത്. നിങ്ങളുടെ വീട്ടിൽ പിതൃദോഷം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണിതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായ ബലി തർപ്പണം നടത്തിയാൽ ഈ ദോഷം മാറ്റാം. അടുത്തതായി പടിഞ്ഞാറ് വശത്തെ കൂട് യാത്രകളെയും വിദേശവാസത്തെയും സൂചിപ്പിക്കുന്നു. മുടങ്ങിക്കിടന്ന വിദേശയാത്രകൾ ശരിയാകാനും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും ഇത് നല്ല ലക്ഷണമാണ്. കൂടാതെ വടക്ക് കുബേരന്റെ ദിക്കാണ്. ഇവിടെ കൂടുവെക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനത്തെ സൂചിപ്പിക്കുന്നു. കുടുംബത്തിൽ ഐശ്വര്യം നിറയാൻ പോകുന്നു എന്നതിന്റെ അറിയിപ്പാണിത്. വീടിന്റെ മേൽക്കൂരയിൽ, അതായത് നേരിട്ട് വീടിന്റെ മുകളിൽ കൂടുവെക്കുന്നത് കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതിന്റെ അറിയിപ്പാണ്. അത് വിവാഹമോ അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നതോ പോലുള്ള മംഗളകരമായ കാര്യങ്ങളാകാം. എന്നാൽ കൂട് നിർമ്മാണത്തിനിടെ കാക്കകൾ അമിതമായി ബഹളം വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗൃഹനാഥൻ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണ് ചിലർ കാക്ക കൂടുവെക്കുന്നത് പേടിയോടെ കാണുന്നത് എന്നറിയാമോ? കാക്കകൾ നെഗറ്റീവ് ഊർജ്ജത്തെ ആവാഹിക്കാൻ കഴിവുള്ളവരാണ്. ഒരു വീട്ടിൽ അമിതമായ ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ വാസ്തുപരമായ തകരാറുകളോ ഉണ്ടെങ്കിൽ കാക്കകൾ അവിടെ അസാധാരണമാം വിധം പെരുമാറാം. കാക്ക കൂടുവെച്ചിരിക്കുന്ന മരം പെട്ടെന്ന് ഉണങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് കൂട് ഉപേക്ഷിച്ചു പോകുകയോ ചെയ്താൽ അത് ആ വീട്ടിലെ ഊർജ്ജപ്രവാഹത്തിന് എന്തോ തടസ്സമുണ്ടെന്നതിന്റെ ലക്ഷണമാണ്. ഭൂമിയിലെ ജിയോപതിക് സ്ട്രെസ് അല്ലെങ്കിൽ ഊർജ്ജ നില ശരിയല്ലാത്ത സ്ഥലങ്ങളിൽ പക്ഷികൾ കൂടുവെക്കാൻ മടിക്കും. അഥവാ വെച്ചാൽ തന്നെ അത് നിലനിൽക്കില്ല, ഈ വീട്ടിൽ ഒന്നും നന്നാകില്ല എന്നൊക്കെയുള്ള ശാപവാക്കുകൾ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ അത് ജീവജാലങ്ങളുടെ വളർച്ചയെ ബാധിക്കും. കാക്ക കൂടുവെക്കുന്നത് ആ വീടിന് ലഭിക്കുന്ന ഒരു രക്ഷാകവചം പോലെയാണ്. ആ കുടുംബത്തിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെ തടയാൻ സ്വന്തം ശരീരത്തിലേക്ക് ആ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാൻ കാക്കകൾക്ക് കഴിയും. അതുകൊണ്ടാണ് കാക്ക കൂടുവെക്കുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമായി മാറുന്നത്. നിങ്ങളുടെ വീടിനടുത്ത് കാക്ക കൂടുവെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട ചില ആത്മീയ കാര്യങ്ങളുണ്ട്. അന്നം കൊടുക്കുക, അതായത് എല്ലാ ദിവസവും രാവിലെ കുളിച്ച ശേഷം അല്പം ശുദ്ധമായ ചോർ ഒരു ഇലയിൽ വീടിന്റെ വടക്കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ മതിലിനു പുറത്തോ വെക്കുക. ഇത് പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമാണ്.
പച്ചരി ചോറോ അല്ലെങ്കിൽ എള്ളും ചോറും കലർത്തിയോ നൽകുന്നത് ശനിദോഷം മാറാൻ സഹായിക്കും. കൂടാതെ ശനിയാഴ്ചകളിൽ വൈകുന്നേരം വീടിന് മുന്നിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുകയും ഓം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. കൂടാതെ മുട്ടയിട്ടു കഴിഞ്ഞോ കുഞ്ഞുങ്ങളുള്ളപ്പോഴോ ഒരു കാരണവശാലും ആ കൂട് നശിപ്പിക്കരുത്. അത് വലിയ ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായ ദോഷം കൊണ്ടുവരും. പ്രകൃതിയിലെ ഒരു ജീവന്റെ വംശവർദ്ധനവിന് തടസ്സം നിൽക്കുന്നത് കുടുംബത്തിന്റെ സമാധാനം കെടുത്തും. കൂടിന്റെ ചുവട്ടിൽ അശുദ്ധമായ വസ്തുക്കളോ എച്ചിലോ തള്ളരുത്. കൂടുള്ള മരത്തിന്റെ ചുവട്ടിൽ അല്പം മഞ്ഞൾ വെള്ളം തളിക്കുന്നത് അവിടുത്തെ നെഗറ്റീവ് തരംഗങ്ങൾ നീക്കാൻ സഹായിക്കും. നിങ്ങൾ ഒരിക്കലും കാക്കകളെ വെറുതെ ഓടിക്കരുത്. അവയോട് സ്നേഹത്തോടെ പെരുമാറുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും. നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് നന്മ വരുത്തുക എന്ന് മനസ്സിൽ കരുതുന്നത് വലിയ പോസിറ്റീവ് എനർജി നൽകും. സുഹൃത്തുക്കളെ, പ്രകൃതിയിലെ ഓരോ ചലനവും നമ്മോട് സംവദിക്കുന്നുണ്ട്. കാക്ക കൂടുവെക്കുന്നത് കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. അത് പ്രകൃതി നിങ്ങളുടെ വീടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. പക്ഷികൾ സുരക്ഷിതമല്ലാത്ത ഒരിടത്തും കൂടുവെക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്നും അവിടെ ദൈവിക സാന്നിധ്യമുണ്ടെന്നും ഉറപ്പിക്കാം. പക്ഷികളെ സ്നേഹിക്കുക, പ്രകൃതിയെ ആദരിക്കുക. നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയുമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ വീടിനടുത്ത് കാക്ക കൂടുവച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇന്നത്തെ ഡിവൈൻ സ്റ്റാറിനെ പരിചയപ്പെടാം. നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തപോലെ കഴിഞ്ഞ വീഡിയോയിലെ കമന്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലി, അതായത് നമ്മുടെ ഇന്നത്തെ ഡിവൈൻ സ്റ്റാറാണ് സിന്ധു. സിന്ധുവിനും കുടുംബാംഗങ്ങൾക്കും ജീവിതത്തിൽ എന്നും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിലെ ഡിവൈൻ സ്റ്റാർ ഒരുപക്ഷെ നിങ്ങളാകാം. അതുകൊണ്ട് അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.